പരിപാലിച്ച് ഇനിയും കാത്തു സൂക്ഷിക്കുന്നതിനോട് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. അനേകരുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് ഒരുവൻ മാത്രമാണ് നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഉള്ളൂ. സ്തോത്രം. നാം അനുഭവിക്കുന്ന സമാധാനം സ്വർഗീയ സമാധാനമായതുകൊണ്ടാണ് നമ്മൾ നമുക്ക് നേരം കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കാരണം. അല്ലല്ല, നമ്മളൊന്നും കണ്ടുകൊണ്ടല്ല, എന്തെങ്കിലും ലഭിച്ചിട്ടല്ല. സ്തോത്രം. പിന്നെന്താണ്? സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിലെ സകല ആത്മീക നന്മകളും നമ്മൾ രുചിച്ചത് കൊണ്ടാണ് നാം കർത്താവിനെ പിന്തുടരുന്നത്, പിൻപറ്റുന്നത്. അല്ലേ? സ്തോത്രം. കർത്താവിന്റെ ശിഷ്യന്മാരായി തീരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസികൾ ഒത്തിരി പേര് ഭൂമിയിലുണ്ട്, പക്ഷെ ശിഷ്യന്മാർ എത്ര പേരുണ്ടെന്നുള്ളതാണ്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് സ്തോത്രം മാസ്റ്റർ എന്തു പഠിപ്പിക്കുന്നു, നമ്മുടെ ടീച്ചർ നമ്മളെ എന്തു പഠിപ്പിക്കുന്നു, അത് നമ്മൾ അപ്ലൈ ചെയ്യുവാൻ മനസ്സുള്ളവരാണ് ഡിസൈപ്പിൾസ്. അല്ലേ? ആമേൻ. ശിഷ്യന്മാർ അങ്ങനെയാണ്. ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾ കർത്താവ് എന്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ ചെയ്യുവാൻ താല്പര്യപ്പെടും, നമ്മൾ അതിൽ സന്തോഷിക്കും. നമ്മളുടെ കർത്താവ് നമ്മളോട് കൂടെ വസിക്കുന്നതിൽ നമ്മൾ എപ്പോഴും ആശ്വാസം കണ്ടെത്തുവാനിടയായി തീരും. അപ്പോൾ കർത്താവ് നമ്മളോട് കൂടെ വസിക്കുന്നതിനാണ് സന്തോഷം. നമ്മളെ അനാഥരായി വിടുകയില്ല എന്ന് നമ്മളോട് വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നതിനാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. ആമേൻ. നമ്മൾ അനാഥത്വം അനുഭവിക്കാതെ, നമ്മൾ ഒറ്റപ്പെടാതെ, നമ്മുടെ പ്രതിസന്ധികളിൽ അവൻ നമുക്ക് ഏറ്റവും നല്ല കാര്യ ആലോചനക്കാരനായി നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് നമുക്ക് ആലോചനകളെ പറഞ്ഞു തന്ന് നമ്മളെ പരിപാലിക്കുന്നതിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. കാരണം നമ്മളുടെ പ്രതിസന്ധിയിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് നമ്മൾ ഒന്നിനും തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. ആ ആശ്വാസമാണ് ഇന്ന് പകൽനേരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അതുകൊണ്ട് പലതിനെ ചൊല്ലി കരയുന്ന ലോകത്തിന്റെ നടുവിൽ ആളുകളെ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി ഈ ലോകം യോഗ്യമല്ലെന്ന് കണ്ട് എണ്ണി നമ്മൾ ചുവടുകളെ വെക്കുവാൻ, വിശ്വാസത്തിന്റെ ചുവടുകളെ വെക്കുവാൻ, ദിനംതോറും ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുവാൻ, ദർശിക്കുവാൻ ഒക്കെ വേണം പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുകയും നമ്മുടെ പരസ്യ ജീവിതം സ്വർഗീയ പിതാവ് നമ്മളെ ആളുകളെ വരം കൈ പിടിച്ച് നമ്മളെ നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. ചിലരുടെ ഇടപെടൽ, ചില സാഹചര്യങ്ങൾ, ചില ദിവസങ്ങൾ, ചില ഇടങ്ങൾ, ചില ബന്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് വളരെ മുറിവുകൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. അവിടെയെല്ലാം നാം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു മുറിവും, ഒരു പ്രതിസന്ധി നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ ഇടയാകാതെ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് നമ്മൾ ചുവടുകളെ വെക്കുന്നുവെങ്കിൽ നമ്മൾ അവന്റെ മഹത്വം കാണുവാനിടയായിരിക്കും. കർത്താവിന്റെ മഹത്വം കാണുവാൻ ഇടയായി തീരും. ആമേൻ. സ്തോത്രം. ലോകം സ്തോത്രം ഒരു എന്താ പറയുന്ന ഒരു എല്ലാ രീതിയിലും സ്തോത്രം പല കൺസ്യൂം ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ നടുവിൽ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ എവിടെ ആയിരിക്കുന്നു? നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു? നമ്മുടെ മുമ്പിലും വല്ലോ രക്ഷയുണ്ടോ, നമ്മൾക്ക് എന്തെങ്കിലും വിടുതലുണ്ടോ എന്നുള്ളത് ചോദിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ അതായിരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നുവെങ്കിൽ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പുതുക്കം നമ്മളിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പുറമേ ഉള്ളതിനെ ഓർത്ത് നമ്മൾ നിരാശപ്പെടുകയില്ല. കാര്യങ്ങൾ ഇതൊന്ന് ബോധപ്പെടുത്താവോ? ഹല്ലേലൂയ. നമ്മൾ പുറമേ ഉള്ളതിൽ നമ്മൾ ക്ഷീണിക്കുകയില്ല. നമ്മൾ പുറമെ എങ്ങനെ പോയാലും സ്വന്തം കർത്താവിന്റെ ശക്തി നമ്മളെ താങ്ങുകയും കരുതുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ചിലർക്ക് കൈ പൈസ ഇല്ലാതെ പോയാൽ പെട്ടെന്ന് വലിയ വിഷമമാണ്. കാര്യം പൈസ കുറയുമ്പോൾ ചിലരുടെ നമ്മൾ ഈ എന്താ പറയുന്നത് ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ നമ്മൾ അതിന്റെ ലൈറ്റ് നോക്കുമ്പോൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ ടോർച്ചിന്റെ അകത്ത് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ബാറ്ററി അതിന്റെ വീക്കാവും. അപ്പോൾ ബൾബിന്റെ പ്രകാശം കുറഞ്ഞ് പോകും. അത്യാവശ്യത്തിനെടുത്ത് ഞെക്കുമ്പോ എന്നാ സംഭവിക്കും? അത് ചത്ത പോലെ ഇരിക്കും. മനസ്സിലായി? അകത്ത് ചാർജ് ഇല്ല. ചിലരെ ചാർജ് ചെയ്യാൻ പണം ഉണ്ടെങ്കിൽ ചിലർക്ക് ചാർജ് ആകത്തുള്ളൂ. എന്നാൽ മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ വിശ്വാസമാണ് അവൻ ആധാരമായിരിക്കുന്നത്. പുറമേ ഉള്ളത് പലതും പോവുകയും വരികയും ചെയ്യും. അതിലല്ല, നിന്നെ സ്നേഹിച്ച ഒരു നാമം ഉയരത്തിലുണ്ട്. നിനക്ക് പ്രായശ്ചിത്തമായിട്ട് നീ പാപിയായി ധരിച്ച പാപക്കടത്തിലായിരുന്ന നിന്നെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിന്നെ മോചിച്ചു, രക്ഷിച്ചു.
ദൈവത്തിന്റെ പൈതലാക്കി നിന്നെ തീർത്തിരിക്കുന്നു. ഇതിലാണ് നിന്റെ ആശ്വാസം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്നതിന് കാരണം നമ്മൾ കർത്താവിന്റെ മക്കളായി തീർന്നത് കൊണ്ട്, മറ്റൊന്നുമല്ല. കാരണം നമ്മൾ കർത്താവിന്റെ മക്കളായി തീർന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ ഉണ്ട്. നമുക്ക് സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ ഉണ്ട്. നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്ക് സ്വർഗത്തിൽ ഉണ്ട്. നമ്മൾ കഷ്ടങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് കർത്താവ്. എല്ലാത്തിനും ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ കർത്താവ് ആ പീരീഡ് അങ്ങ് മാറ്റും. ആ സാഹചര്യങ്ങളെ കാലങ്ങളെ കർത്താവ് മാറ്റി അല്ലെങ്കിൽ നമ്മെ ഉറപ്പിക്കുന്ന കാലഘട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടുവരും. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ കടന്നു പോകുന്ന അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കണ്ട് നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടരുത്. കാര്യം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ആ പദ്ധതി ഒരിക്കലും ഒരു മനുഷ്യനാലും അത് സ്തോത്രം മാറിപ്പോവുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യനാലും ഒരു മനുഷ്യന്റെ പദ്ധതിയാലും ദൈവം വെച്ചിരിക്കുന്ന, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഒരു മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് മാറിപ്പോകത്തില്ല. നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ദൈവം മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നേരം മാറ്റമില്ലാത്ത ദൈവം നമ്മുടെ നടുവിലുണ്ട്. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഇന്ന് പകൽ നേരം നമ്മുടെ നടുവിൽ ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സോ നമുക്ക് ഇന്ന് പകൽ നേരം നമ്മളുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ചില വചനഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. റോമാലേഖനം 12-ാം അധ്യായം. അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടു വന്ന വിശുദ്ധന്മാർക്ക് തന്റെ ലേഖനത്തിലൂടെ ദൈവവചനം കൈമാറുമ്പോൾ ദൂരത്തായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിലും ദൈവിക ഇടപെടൽ വരുന്നു എന്ന് ആത്മാവിൽ അനുഭവിക്കുകയും അറിയുകയും ആത്മാവിൽ അവരുടെ വളർച്ചയെ ഗ്രഹിക്കുകയും ചെയ്തിരുന്ന പൗലോസ് വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ മനസ്സലിവ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ്. അപ്പോൾ ശ്രദ്ധിക്കണേ, അപ്പോൾ ഒരു അപ്പോസ്തലനാണെങ്കിൽ, വിളിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് കൈമാറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കണം. ദൈവത്തിന്റെ മനസ്സറിഞ്ഞിരിക്കണം. എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം അറിയുവാൻ പ്രാപ്തിയുള്ളവൻ സ്തോത്രം ദൈവത്താൽ വിളിക്കപ്പെട്ടവര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നീ യോഗ്യനായി തീരണം, നീ പെർഫെക്റ്റ് ആയിട്ട് തീരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രത്യേകത, അല്ലേ? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്റെ വളർച്ച എവിടെ എത്തി, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്റെ സ്തോത്ര ക്രമീകരണങ്ങൾ ഏത് വിധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ആത്മീക ശുശ്രൂഷകന്റെ ദർശനം എന്ന് പറയുന്നത്. അവന്റെ അറിവ് അവനെ പഠിപ്പിച്ചത് പലതും കണ്ടേക്കാം. അവൻ കടന്നു വന്ന മേഖലകള്, അവന്റെ സാഹചര്യങ്ങൾ, എക്സ്പീരിയൻസ് എല്ലാം അവനെ പരിചരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒരു ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ആ വ്യക്തി ഒത്തുനോക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ എവിടെയായിരിക്കുന്നു, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്റെ വളർച്ച ഏതു തലത്തിലായിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ സ്തോത്രം, ചിലർ അവരവരിൽ നിന്ന് എടുത്ത് ചിലത് ഇട്ടിട്ടാണ് ചിലര് പ്രസംഗിക്കുന്നത്. ചിലർക്ക് ദൈവത്തിന്റെ ആടുകളുടെ അടുക്കിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ ശരണപ്പെട്ട് കർത്താവിന്റെ ആലോചനയും കർത്താവിന്റെ മനസ്സും മനസാക്ഷിയും വഹിച്ചിട്ട് ആടുകളുടെ അടുക്കൽ ചെല്ലാൻ പ്രാഗൽഭ്യമില്ലാത്തത് കൊണ്ട് ചിലർ അവരവരെ തന്നെ വെച്ചിട്ടാണെന്ന് ഓർക്കണം. ആമേൻ, സ്തോത്രം. ആടുകളുടെ അടുക്കൽ ചെന്നു,
ഒത്തിരി ഉപദേശങ്ങളും ഒത്തിരി പ്രസംഗങ്ങളും അങ്ങനെയുള്ളത് നടന്നുകൊണ്ടായിരിക്കുന്നത്. ആ സ്തോത്രം മനസ്സിലാക്കണം. ഒരു പ്രസംഗം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് ആത്മാവിൽ എഴുതുന്ന ലേഖനം തന്നെയാണത്. ലേഖനം ഒരു പത്രത്തിൽ എഴുതിയെങ്കിൽ സ്വന്തം ഒരു സഭയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് വാമൊഴിയായി കേൾക്കുകയാണ് പ്രസംഗം. അത് എഴുതി അയക്കുന്നതാണ് ലേഖനം. ഇത്രയുള്ള വ്യത്യാസം അല്ലേ? അപ്പോൾ സ്വന്തം ഇവിടെ നമ്മളിവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പൗലോസിന്റെ സമർപ്പണം, ആ വ്യക്തി ക്രിസ്തുവിലാരാണ്, അവന്റെ ദൗത്യം എന്താണ്, ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ വ്യക്തിയായിരുന്നോ? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഒരു അഭിപ്രായവുമില്ല. പൗലോസ് ദൈവാത്മാവിൽ സ്വന്തം കർത്താവിന് മഹത്വം വരുത്തുന്ന ശുശ്രൂഷയിലായിരുന്നു തന്റെ ആശ്രയവും ആശയും ദർശനവുമായിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മളിവിടെ വായിക്കുമ്പോ അവിടെ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൗലോസ് പറയുന്നു, സ്തോത്രം, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ പ്രധാനമായ കാര്യം ശ്രദ്ധിക്കണം. ഏത് വിഷയത്തിലാണ് പൗലോസ് തന്റെ പ്രബോധനം കൈ ചൂണ്ടുന്നത്, തന്റെ പ്രബോധനം ഏതിലേക്കാണ് സ്വന്തം അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിലാണ്? ആ പദം എന്താണ്? അടുത്ത വാക്യം എന്താണ് പറയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് എന്താണ്? ആരാധന എന്ന് പറയുന്നത് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഇട്ട് വായിക്കുന്നതല്ല ആരാധന. ആമേൻ. അത് ആത്മാവിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സ്തോത്രം എപ്പോഴും ഹൃദയത്തിൽ പാടിയും തമ്മിൽ പ്രബോധിപ്പിച്ചു പോകണം. അതിന് ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്ന കൃപയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാധന എന്ന് പറയുന്നത്. പക്ഷേ വചനം പറയുന്ന ആരാധന എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം കൊണ്ട് ദൈവത്തിനും മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. അത് വ്യക്തിപരമാണ്. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തിനും മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ മനസ്സലിവ് പ്രാപിച്ച പൗലോസ് ആടുകളുടെ സമർപ്പണവും അവരുടെ ആരാധനയുടെ മഹത്വത്തിലേക്കാണെന്ന് ഓർക്കണം ഒരു അപ്പോസ്തലൻ സ്വന്തം തന്റെ ദർശനം വെച്ചിരിക്കുന്നത്. ഫോക്കസ് ചെയ്യുന്ന ഏത് വിഷയത്തിലാണ്? അവരുടെ ശുദ്ധീകരണത്തിലായിട്ടാണ്. വ്യക്തമായി ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. അപ്പൊ ശ്രദ്ധിക്കണം, ദൈവത്തിന് പ്രസാദം പാസ്റ്റർമാരുടെ പ്രസാദമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ദൈവത്തിന് പ്രസാദകരമായി തീരണം. ഇവിടെ രണ്ട് പ്രശ്നവും നിഴലിക്കുന്നുണ്ട്. എന്താണെന്നറിയാം? ഒന്നെന്ന് പറയുന്നത് അനുസരിച്ച് ദൈവകൃപയിൽ ആത്മാവിൽ ആരാധിക്കുകയും ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ വീണ്ടും നല്ലതുപോലെ വളർന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് വിശ്വാസികളെ സജ്ജമാക്കുന്നത് ഒരു കാറ്റഗറി. വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസന്മാർക്ക് ഞങ്ങളിൽ ഒരു കാര്യമില്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നടക്കും. സ്വതന്ത്രമായിട്ട് നീ ആരാണോ ചോദിക്കാൻ? ധിക്കാരത്തിന്റെ ഒരു മനോഭാവം കയറി വരുന്നത്. ധിക്കാരത്തിന്റെ മനോഭാവത്തിൽ ജീവിക്കുന്നവർ ഒരിടത്തും എത്തത്തില്ല, അവർ നശിച്ചു പോവുകയുള്ളൂ. എന്നാൽ സ്തോത്രം, നാളിതുവരെയും വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്റെ ഒരുക്കം ഏത് വിധത്തിലായി എന്ന് ബോധ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ഒരുക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് അവനെ തുണയ്ക്കും, പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുമെന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിക്കണം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ഇവിടെ വായിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള. അപ്പൊ ദൈവത്തിന് പ്രസാദകരമാകണം. ദൈവത്തിന് പ്രസാദകരമാകണം. എന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? ചിലർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് 2 മണിക്കൂർ. എങ്ങനെയാണെന്നറിയാം? സഭാഹാളിന്റെ അത് കയറി കഴിയുമ്പോൾ 2-3 മണിക്കൂർ. അത് കഴിയുമ്പോൾ അവൻ പഴയ വെട്ടുപോത്തായിട്ട് തന്നെ ജീവിക്കും. അതെന്താ? ഇത് ഒരു നിമിഷം
നിമിഷം കൊണ്ടല്ല. ഇത് ആരോടാണ് സംസാരിക്കുന്നത്? അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ നടത്തപ്പെടുന്ന വിശുദ്ധന്മാരോടാ ഇത് പറയുന്നത്. അതല്ലാതെ മറ്റൊരു കൂട്ടർ സഭയ്ക്കകത്തുണ്ട്, അവർക്ക് അഭിഷേകമില്ല, ആത്മാവിനനുസരിച്ച് നടക്കുന്നില്ല, പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രം നോക്കി ദൈവശബ്ദം ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാതെ സ്നാനപ്പെട്ട് അകത്ത് വന്നിരിക്കുന്നവരുണ്ട്. അവരെ ഒരിക്കലും രക്ഷ പ്രാപിക്കില്ല. ഈ ആയുസ്സോടുകൂടെ നിത്യനാശത്തിലേക്ക് അവർ പോകും. അവരോടല്ല ഈ ലേഖനം എഴുതിയിരിക്കുന്നത് പൗലോസ് അവരോടല്ല എഴുതിയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് വളരെ അറിയാവുന്ന വാക്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. സ്നാനപ്പെട്ടവർക്ക് ശിക്ഷാവധിയില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്. അല്ലാതെ സ്തോത്രം സഭയെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് ശിക്ഷാവധി ഇല്ലെന്നോ, സ്തോത്ര കാഴ്ച കൊടുക്കുന്നവർക്ക് ശിക്ഷാവധി ഇല്ലെന്നോ, ബൈബിൾ കോളേജിൽ പോയവർക്ക് ശിക്ഷാവധി ഇല്ലെന്നോ ആണോ പറഞ്ഞേക്കുന്നത്? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലെ സ്വഭാവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാക്യം കിട്ടുക, അത് മാത്രം എടുത്തോണ്ട് ഒറ്റ വിടിയില്ല, പിന്നെ അടുത്ത പെരുന്നാളിന് പോലും അവനെ കാണത്തില്ല. പിന്നെ എങ്ങനെ ഇത് എഴുതി വെച്ചിരിക്കുന്ന? അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന വാക്യം, ഈ പറഞ്ഞിരിക്കുന്ന സ്തോത്രം ദൈവം പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിരിക്കുന്ന വാക്യം എന്താണോ അതെന്താണെന്ന് അടുത്ത വാക്യങ്ങളാണ് തെളിയിക്കേണ്ടത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്ന് പറഞ്ഞാൽ സ്തോത്രം പണ്ഡിത് പറഞ്ഞ് അനേകരെ കളിപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. എല്ലാ ജീവിതവും നയിച്ച് എല്ലാ വഴിയിലും പോയി രക്ഷിക്കപ്പെടാതെ ഞായറാഴ്ച സഭായോഗത്തിന്റെ അകത്ത് മാത്രം വന്ന് സ്തോത്ര കാഴ്ച ഇട്ടിട്ട് അവരോട് സ്തോത്ര കാഴ്ച വിരിക്കുന്നതിന് മുമ്പ് ഒരു ബിരുദൻ പറയുന്ന വാക്യമാണിത്. ഇപ്പോൾ ക്രിസ്തുയേശുവിന് ഒരു ശിക്ഷാവധി ഇല്ലെന്ന് പറയും എന്ന് പറഞ്ഞ അവർ പറഞ്ഞു, ഇവിടെ വന്നാ മതി, നിന്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, സ്വതന്ത്രം നഷ്ടങ്ങൾ വരില്ല, കഷ്ടങ്ങൾ സുഖമായിട്ട് പോകാം. ഈ വിധത്തിലുള്ള പഠിപ്പീലുകൾ പലയിടത്തും എഴുന്നേറ്റപ്പോൾ അവര് പറയാതെ വെച്ച അതിന്റെ മർമ്മമുണ്ട്. അത് അതിന്റെ താഴോട്ട് വായിക്കണം. ഇടം കൈയും വലം കൈയും അറിയാൻ മേലാതെ നേർച്ചയിടാൻ മാത്രം അറിയാവുന്ന കുറെ എണ്ണങ്ങൾ വന്നിട്ട് തുള്ളിയും ചാടിയും രോഗവും സൗഖ്യവും വിടുതലും കിട്ടിയെന്നും പറഞ്ഞ് ജീവിക്കും. അവരാകെ ആശ്രയിക്കുന്ന തന്നെ ഈ പാസ്റ്റർ എന്താണ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്, അതാണ് ഇനി നടക്കാൻ പോകുന്നത്. തിരുവെടുത്ത് എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ബൈബിൾ അധികം പഠിക്കാൻ പോയേക്കരുത്, ബൈബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃപയിൽ നിന്ന് പോകുന്നതാണ് ഇങ്ങനെയുള്ള ബിരുദന്മാർ പഠിപ്പിച്ചു വെക്കുന്നത്. അതൊക്കെ വീണുപോയ ദൂതന്മാരെ ചങ്ങലയിൽ എവിടെ ഇട്ടിട്ടുണ്ട്? അഗാധ കൂപത്തിലുണ്ട്. അവരുടെ കൂടെ നിന്നെ കുച്ച് ചങ്ങല പട്ടിത്തൊടൽ പോലെ ഇതിന്റെ കഴുത്തിലിട്ട് അവിടെ നിന്നെ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. വേറൊന്നും പറയാൻ പറ്റും? വേറൊന്നും പറയാൻ പറ്റില്ല. അവന് കിടക്കുന്ന സ്ഥലം അങ്ങനെയുള്ള കാര്യം. ദൂതന്മാര് കൂടെയും വഷളത്തം കണ്ടിട്ടാണ്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് ദൈവവചനം വേണ്ടെന്ന് പറഞ്ഞ് എറിഞ്ഞു കളയുന്ന ഏതൊരുവനും കർത്താവിന്റെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്റെ കൂടെ അല്ലാതെ വേറെ എവിടെ കൊണ്ടിടൂന്നാ പറയുന്നത്? എവിടെ കൊണ്ടിടൂന്നാ പറയുന്നത്? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ വചനം കാക്കണം. വചനം സൂക്ഷിച്ചു എന്നൊരു നന്മ നിന്നെ കുറിച്ച് പറവാനുണ്ട്. അല്ലേ? അല്ലെ? ഒരു നിസ്സാര കാര്യമാണത് അല്ലേ? അവിടെ വായിക്കുന്ന എവിടെയാണ്? നമുക്ക് ഇവിടെ ഒന്ന് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്താണ് നമ്മൾ ആ വാക്യം കാണുന്നത് അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 7 സഭകൾക്കുള്ള ദൂത് ആലോചന കൊടുക്കുമ്പോൾ അവിടെ കാണുന്ന വാക്യം വളരെ സുപരിതമാണ്. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്വതന്ത്രം, 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 സ്വതന്ത്രം. അതിന്റെ ഫിലദൽഫിയ സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 3:8 വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും
അതാർക്കും അടച്ചുകൂടാ. അടുത്തത് ശ്രദ്ധിക്കണം, ഈ ശക്തി ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, വചനം അനുസരിക്കണം. എങ്കിലും നീ എന്റെ വചനം കാത്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വലിയ ആത്മാവിന്റെ ശക്തിയാണോ വേണ്ടത്, വചനം കാക്കുകയാണോ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാധിക്കേണ്ടിരുന്ന് ഉറങ്ങിക്കോ, വചനം പോയദോസ്തം കയ്യിലുണ്ടെന്ന് ചില തള്ളമാരുണ്ടല്ലോ. ചിലർ ചെയ്യുന്ന എന്നാന്നറിയോ, ശക്തമായ വചനം പറയുക അല്ലെങ്കിൽ ആത്മാവിന്റെ ആരാധന നടക്കുമ്പോൾ ചിലർ പുസ്തകം നടന്ന് വായിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ വേറെ കേസ്, അതിനൊക്കെ വിടേണ്ട ഇടം എന്ന് പറയുന്നത് വേറെയാണ്. അതൊക്കെ വീട്ടിലും അടി കിട്ടിയിട്ടില്ല, ദൈവത്തിൽ നിന്നും അടി കിട്ടിയിട്ടില്ലാതെ ജീവിച്ചിരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. ശക്തമായ ആരാധന നടക്കും പറയുന്നത്, എനിക്ക് ആരാധനയൊന്നും വേണ്ട, ഞാൻ പുസ്തകം മാത്രമേ വായിക്കുള്ളൂ, വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കും കുറെ എണ്ണങ്ങൾ. അതിന്റെ വീട്ടിൽ എല്ലാ വിധത്തിലുള്ള ക്ഷുദ്രജീവികളും ആത്മീയമായി പറഞ്ഞ മക്കളെയും കുടുംബത്തെ എടുത്തിട്ട് പോരാടുന്ന ചില വിഷയങ്ങൾ കയറി വന്നാൽ ഈ തള്ള അവിടെ ദൈവസന്നിധി ആത്മാവിൽ ആരാധിക്കില്ല. എന്നാണെന്നറിയാവോ, വീണ്ടും ജനിക്കാതെ കടന്നു വന്നതും ആത്മാവിനെ രുചിക്കാതെ ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ കുറെ ഏനക്കേടുകൾ വരും. വലിയ പള്ളിയിൽ നിന്ന് ഇറങ്ങിയില്ല, പക്ഷെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ഇപ്പൊ ഒരു ബോഡിൽ ഇരിപ്പായി പോയി. മനസ്സിലാകുന്നുണ്ടോ? ഫിലദൽഫിയ സഭയെ നോക്ക്, അവരങ്ങനെയൊന്നുമല്ല. അവരെ കുറിച്ച് പറയുന്നത് എന്തായാലും ആദ്യത്തെ വാക്യം മുതൽ വായിച്ചേ, 7 മുതൽ വായിച്ച. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും പറയാൻ എന്റെ പ്രവൃത്തി എന്റെ ദൈവം അറിയുന്നുണ്ടെന്ന് ഉണ്ടോ? നിന്റെ വായിന്ന് വന്ന തോന്നിവാസങ്ങളും ഭീഷണിയും വഴക്കും ചാട്ടവും ഒക്കെ നല്ലതുപോലെ അറിയുന്നുണ്ട്. മനസ്സ് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുമോ? ഈ ചിലര് പുറമേ പറയുന്നില്ല, ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര വഞ്ചനയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, തോന്നിവാസികളായിരിക്കും, തന്നിഷ്ടക്കാരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണമേ, കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നീ പഞ്ഞിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ നടക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അടുത്തത് ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർത്താവ് അറിയുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ വഴി തുറക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഫിലദൽഫിയ സഭയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. കാര്യം അവര് ദൈവസന്നിധിയിൽ ഏത് പ്രവൃത്തികളും കർത്താവിന്റെ മുമ്പിൽ നിരത്തി വയ്ക്കാൻ തയ്യാറാ. അവര് മൂടി വെക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിലര് മൂടിയും ഒളിച്ചും മറച്ചും ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ജീവിതത്തിൽ കുറേ അനുഭവിക്കും. ആരുടെ പുറത്തുള്ളവരുടെ കാര്യം, സ്നാനപ്പെട്ട് സഭയ്ക്കത്ത് വന്നവരുടെ കാര്യം പറയുന്നത്. ചിലർക്ക് എത്ര വന്നാലും ഒരു കള്ളത്തിന് ഒളിവ്, എന്ത് വന്നാലും അവർക്ക് ഒളിവ് മാറില്ല. ആ മറവ് എപ്പോഴും നിൽക്കും. എന്ത് പറഞ്ഞാലും ഒരു ഒളിവ്, ഒരു ചായം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇതൊക്കെ എന്താണെന്നറിയാമോ? ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വരാത്തത് കൊണ്ടാണ്, കർത്താവ് നിന്റെ ജീവിതത്തിൽ വരാത്തത് കൊണ്ടാണ് ഈ വക സ്വഭാവങ്ങളെല്ലാം നിൽക്കുന്നത്. വായിച്ചേ, നിന്റെ പ്രവൃത്തി അറിയുന്നു. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടെ, കർത്താവ് ഒരു വാതിൽ തുറന്നാലുണ്ടല്ലോ ആർക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. നമ്മൾ മിക്കവരും തുറക്കാത്ത വാതിലിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് പറയുക, ഡോർ അടഞ്ഞിട്ടില്ലെന്ന് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ദൈവം നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കും. എല്ലാവരും കാണുക അറിവോടുകൂടെ തന്നെയാണ് ദൈവം ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അത് ഫിലദൽഫിയ സഭയ്ക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്കൽപ്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എന്റെ വചനം കാത്തു. അടുത്തത് ശ്രദ്ധിക്കണം, വചനം കാക്കണം, അവന്റെ നാമം നിഷേധിക്കരുത്. അപ്പൊ നമ്മളിതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നാ പറയുന്നത്. ഈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളിപ്പോ തെളിയിക്കാൻ പോകും. വായിച്ചെടുത്ത് 2-3 വാക്കുകൾ വായിച്ചേ. യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. ശ്രദ്ധിക്കണേ, ഇവിടെ യഹൂദന്മാരുടെ പള്ളി എന്ന് പറയുന്നത് സിനഗോഗാണ്.
സിനഗോഗിൽ നിന്ന് ചിലരെ കൊണ്ടുവരൂ എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുമ്പോ പരിശുദ്ധാത്മാവിന്റെ കണ്ണില് സിനഗോഗ് ഇപ്പൊ എന്നതാ? സാത്താന്റെ പള്ളിയാണ്. അപ്പൊ അത് യഹോവയുടെ ആലയം അല്ലേ? അല്ല, അത് സാത്താന്റെ പള്ളി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ യഹോവയുടെ ആലയം അല്ല, അല്ല, പിന്നെ അതെന്താ? സാത്താന്റെ പള്ളി. ഒന്ന് ചിന്തിച്ചേ. അപ്പോ കർത്താവ് വെച്ച വ്യവസ്ഥയിൽ വരാത്തതെല്ലാം സാത്താന്റെ ദൂതന്മാർക്കും വിധേയപ്പെട്ട് കിടക്കുന്നതാണ്. സാത്താന്റെ ശക്തികൾക്ക് വിധേയപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലായോ? ഇവിടെ എന്ത് ചെയ്യുന്ന? ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? ഇവിടെ കർത്താവിന്റെ വചനം കാത്തു, കർത്താവിന്റെ നാമം നിഷേധിച്ചില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് ശക്തി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ശക്തി കുറവാ. അപ്പോഴും കർത്താവ് ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത് നടക്കുന്ന എന്താണെന്നറിയോ? സാത്താന്റെ പള്ളിയിൽ നിന്ന് ചിലരെ കർത്താവ് കൊണ്ടുവരും. അവിടെ വായിച്ചേ. സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. കണ്ടോ? അവർ നിന്റെ കാലപ്പം നിനക്കാണ് വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്. നീയാണ് എന്റെ നാമം നിഷേധിക്കാതിരുന്നത്. മനസ്സിലാകും? നീയാണ് എന്റെ വചനം കാത്തു സൂക്ഷിച്ചത്. നിനക്ക് അല്പം മാത്രമേ ശക്തിയുള്ളൂ. ഇതൊക്കെ ശരിയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? സാത്താന്റെ പള്ളിയിൽ നിന്ന് ചിലരെ കർത്താവ് കൊണ്ടുവരും. അപ്പൊ ഈ സഭയ്ക്കകത്ത് ആളെ കൊണ്ടുവരാൻ ആർക്കേ കഴിയത്തുള്ളൂ? ആർക്കാ കഴിയത്തുള്ളൂ? നമ്മൾ പോയി വിളിച്ചോണ്ട് വരുന്നവരൊക്കെ ഇരിക്കുവോ? ദൈവം കൊണ്ടുവരണം. കാര്യം സഭ ദിനം പ്രതി സഭയോട് ചേർക്കുന്ന ആരാണ്? സ്വന്തം വിശുദ്ധന്മാരെ സഭയോട് ചേർക്കുന്ന ആരാണ്? കർത്താവല്ലേ? ആമേൻ. സ്തോത്ര. വായിച്ച ആ ഭാഗം, ഈ വായിച്ച വാക്യം വായിച്ചേ. പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി. 2-3 കാര്യം എൻ്റെ അടുത്ത് പറയുന്നു. ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. അവിടെ സ്തോത്രം. ഒന്ന്, യഹൂദരല്ലാതെ യഹൂദർ എന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നിന്നെ ഈ നിന്റെ കാൽക്കൽ എന്ന് പറഞ്ഞ ആരുടെയാ? നിന്റെ എന്ന് പറയുന്ന ആരുടെയാ? ആരെ കുറിച്ചാ പറയുന്നത്? ഫിലദൽഫിയ സഭയെ കുറിച്ച്. അവിടെ പറയുന്നത് എന്താണ്? അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു. അപ്പൊ നീ ആരാ? കർത്താവ് സ്നേഹിച്ചത് ആരെയാണ്? സാത്താന്റെ പള്ളിയിൽ നിന്ന് വന്നവരെയാണ് സ്നേഹിച്ചത്. സഭ എന്ന് പറഞ്ഞ ഇവിടെ ഏതാ? നമ്മൾ ഏത് സഭയെ കുറിച്ചാ വായിക്കുന്നേ? അങ്ങനെ വ്യക്തമായിട്ട് പറ. അകത്തേക്ക് കയറട്ടെ. ഇന്നിപ്പോ വിറ്റാമിൻ ഗുളികയൊക്കെ തിന്നല്ലേ? അപ്പൊ നല്ല ഉത്തരം പറയണം. ഹല്ലേലൂയ. ഫിലദൽഫിയ സഭയിലുള്ള വിശുദ്ധന്മാരുടെ മുമ്പിൽ ആരെ കൊണ്ടുവരും? വായിച്ചേ. സാത്താന്റെ പള്ളിയിൽ നിന്ന് സാത്താന്റെ സഭയിൽ പള്ളിയിൽ നിന്നുള്ളവരെ ദൈവം കർത്താവ് ഇവിടെ വരുത്തിട്ട് ആരുടെ മുമ്പിൽ നമസ്കരിപ്പിക്കും? നീ ആരാ? സഭയുടെ കാൽക്കൽ നമസ്കരിക്കുവാനും. അടുത്തത്, അപ്പൊ ഞാനും നീയും ഉണ്ടായിരുന്നു. ഞാൻ എന്ന് പറയുന്നത് ക്രിസ്തുവും നീ എന്ന് പറയുന്നത് സഭയുമാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലാകണേ. 3 വർഷം ആ സർട്ടിഫിക്കറ്റ് അവിടെ എവിടെ ഇരിക്കുന്നു ഞാൻ കണ്ട എടുത്ത് അടുപ്പിലെറിഞ്ഞു. എനിക്ക് കൂടുതലില്ല. എന്താണ് വായിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇവിടെ സഭയെ നടത്തുമ്പോൾ ക്രിസ്തു ആരെ കൊണ്ടുവരും? സാത്താന്റെ പള്ളിയിൽ നിന്ന് ചിലരെ കൊണ്ടുവരും. അവർ വന്ന് നിന്റെ കാൽക്കൽ വീണ് വീട് നമസ്കരിക്കും. എന്നിട്ട് അടുത്ത ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് ആരാ അറിയേണ്ടത്?
ആരാ അറിയേണ്ടത്? നമുക്കറിയാലോ. ഫിലദൽഫിയ സഭയിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നറിയാം. അത് നമുക്ക് വീണ്ടും വിശ്വാസമായിട്ട് വരികയും സാത്താന്റെ പള്ളിയിൽ നിന്നുള്ളവർ അറിയണം ക്രിസ്തു ആരെയാ സ്നേഹിക്കുന്നതെന്ന്. അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? അടുത്തെന്താണ് വായിച്ചേ? സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ അവിടെ അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. സംഗതി വരണേ, അതൊക്കെ മുഴുവനോടെ വായിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പണ്ടേ ചിലരെന്നെ കാണിക്കുന്നറിയാമോ? നല്ല നല്ല കഷ്ണമൊക്കെ വല്ലതും ഭക്ഷണമൊക്കെ വിളമ്പുമ്പോൾ നല്ല നല്ല കഷ്ണമൊക്കെ അവസാനം തിന്നാൻ വേണ്ടി മാറ്റി വെക്കും. അങ്ങനെയുള്ള കുറച്ച് കഴിയുമ്പോൾ എന്ത് പട്ടി വന്നെടുത്ത് തിന്നിട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചില കേസുണ്ട്. അതുകൊണ്ട് മുറിച്ചും മാറ്റിയൊന്നും വെച്ച് വായിക്കരുത്, പൂർണ്ണമായിട്ട് വായിക്കണം. എന്റെ നന്മ ചിലപ്പോൾ മാറിപ്പോയിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കണം. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്നവർ ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ. അപ്പോ അവര് യഹൂദന്മാരല്ലെന്ന് കളവായി പറയുന്നവരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അറിയുന്നുണ്ട് നമ്മൾ പറയുന്നതല്ല ദൈവം പറയുന്നത്, നമ്മൾ കണ്ടതല്ല ദൈവം കാണുന്നത്, നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതൊക്കെ ഒന്നും അല്ല, ദൈവം പലതും കേട്ടിട്ടുണ്ട്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? നമ്മളെ കുറിച്ച് പലരും പറയുന്നത് സ്വർഗം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ആ ഡയറക്ഷനുകൾ മാറ്റുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത റൂട്ടുകളിലേക്ക് നമ്മൾ തിരിയുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? നമ്മളെ കുറിച്ച് പല സംസാരങ്ങളും പലയിടത്തും നടക്കുമ്പോൾ സഭയുടെ റൂട്ട് സ്വർഗത്തിലെ ദൈവം ഡിറ്റർമൈൻ ചെയ്യുന്ന അങ്ങനെ ചില ടേണിങ്ങുകൾ, ചില യൂ ടേണുകൾ വരികയാണ് ജീവിതത്തിൽ. ഇത് ദൈവസഭയ്ക്കേ ഉള്ളൂ ഈ പദ്ധതി. മനസ്സിലാവുന്നുണ്ടോ? ഒരു പാപി വേറൊരു പാപിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതിന് മാറ്റമില്ല. കാര്യം പാപത്തിന്റെ ലിസ്റ്റിൽ ആർക്കും വീണ്ടെടുപ്പോ കാര്യങ്ങളല്ല. അതുകൊണ്ട് ആ പാപികളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രശ്നം തന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. ഞാനൊരു വിശ്വാസത്തിൽ വരുന്ന കാലത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പ്രയാസം അതൊക്കെ അന്നേ പോയി. എന്താ കാരണം? അന്നത്തെ രക്ഷിക്കപ്പെട്ട് വരുന്ന വിൻസെന്റും ഇന്ന് 2026 കർത്താവിന് വേലയിലായിരിക്കുന്ന എന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ അത് വേറൊരു വ്യക്തിയാന്ന് പറയേണ്ടി വരും. എന്താ? അകത്ത് പുതുക്കത്തിന്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവ് വ്യാപരിച്ചും പരിവർത്തിച്ചും കൊണ്ടിരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ സ്തോത്രം അളവ് നവീനമായതിനെ ദൈവം നൽകിക്കൊണ്ടായിരിക്കുന്നത്. അതാണ് അതിന്റെ കാരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സഭയ്ക്കകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ആരാ? ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ്. അതിന്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വന്നാൽ പിന്നെ തിരിച്ചു പോക്ക് നടക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം അതിന്റെ 2-ാം അധ്യായം അതിന്റെ സ്തോത്രം 45 മുതൽ വായിച്ചേ. 44 മുതൽ വായിച്ച് 2:44 മുതൽ 47 വരെ വായിച്ചേ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 44-ാം വാക്യം. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്യും. ഇതാണ് സഭ. ഇതാണ് സഭ. മനസ്സിലാവുന്നുണ്ടോ? ഈ എക്സ്പീരിയൻസ് വേണം. ഇന്ന് ഒരുത്തൻ വേറൊരുത്തനെ കാണുമ്പോൾ ഒരു പൂവങ്കോഴി വേറൊരു പൂവങ്കോഴിയെ കാണുന്ന പോലെ നിൽക്കുന്നത് അല്ലേ? ഒരു കണ്ടംപൂച്ച വേറൊരു കണ്ടംപൂച്ചയെ കണ്ടു കഴിഞ്ഞ് എങ്ങനെയാ എന്നും പറഞ്ഞ് നിൽക്കും. എന്നാ കാരണം? ഒന്നിന് മറ്റൊന്നിനെ കണ്ടുകൂടെ. എങ്ങനെയല്ലേ അതിനെ കടിക്കണം, പറിക്കണം, മാന്തണം? എന്താ കാരണം? ഒന്നിന് മറ്റൊന്നിനെ ഇഷ്ടമല്ലെന്നേ.
ഇത് തന്നെ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ഒരു പാസ്റ്റർക്ക് വേറൊരു പാസ്റ്ററെ ഇഷ്ടമല്ല. പല കാരണം, കളർ വിഷയം, പണം വിഷയം, ജിയോഗ്രഫി പ്രശ്നം, ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കും. മനസ്സിലാവില്ല. കാഹളം കേൾക്കുമ്പോൾ പോകാനിരിക്കുക. ദൈവസന്നിധി പത്തനംതിട്ടയെന്നും ഇടുക്കിയെന്നും കോട്ടയെന്നൊന്നും പറഞ്ഞ് ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ല. IPC ചർച്ചകോട് ഷാരോൺ ഏജി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഡിവിഷൻ ഒന്നും ഇല്ല. ഉണ്ടോ? അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ അനുഭവത്തിലല്ല പോകുന്നത്. സംഘടന കൊണ്ടുവന്ന് പറയാൻ ദൈവസ്നേഹം ഈ പരിധി വരെ മതി, അവൻ വേറെ സംഘടനയിൽപ്പെട്ട ദൈവസ്നേഹം അവനോട് വേണ്ട കേട്ടോ, കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പരിധി വിടാം. നീ ഇതിലൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വിശ്വാസികളെക്കാൾ അധികം പാസ്റ്റർമാരായിരിക്കും നരകത്തിൽ കൂടുതൽ എല്ലാം പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. കാര്യം ഇത് പറഞ്ഞേ പറ്റുള്ളൂ, അല്ലേ? സോ ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, അധമദാസന്മാരുണ്ട്. അധമദാസന്മാര് പ്രസ്ഥാനത്തെ വളർത്തുന്നു, ദൈവത്തിന്റെ ദാസന്മാര് സത്യം വിളിച്ചു പറയുന്നു. അതാണ് അധമദാസന്മാര് പറയുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടൊക്കെ നിക്കണം കേട്ടോ എന്ന്. ശരിയാ, അത് കഴിഞ്ഞോ നരകത്തിൽ ചെന്നാലും പറയുന്നു പിശാച്. ഒരു പാസ്റ്ററായിട്ടിരിക്കുന്ന നരകത്തിൽ ചെന്ന എന്റെ അഭിപ്രായം പറയുന്നുണ്ട്, പിശാച് ആദ്യം പറയാം, എന്റെ പൊന്നട നീ എവിടെയും പോയിരുന്നോ എന്നോട് സംസാരിക്കാൻ വരരുത്. കാരണം എന്താണെന്നറിയാം, അവൻ ഭൂമിയിൽ ഇരുന്നപ്പോ ഇവനിട്ട് ശാസനം, അവസാനം ദൈവം വിട്ട് കഴിയുമ്പോൾ അവിടെ ചെല്ലുക. അപ്പൊ ഒരിക്കൽ നേരിട്ട് ശാസിച്ചപ്പോ ഓടിയവനാന്ന് നോക്കണം സാധാരണ. അവന്റെ മുമ്പിൽ ചെന്നിട്ട് ഇവൻ ചെന്ന് നിൽക്കാന്ന് വെച്ചപ്പോ ഇവനെ ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളില്ല. മനസ്സിലാവില്ല. പിശാചിന് ട്യൂഷൻ എടുക്കുന്നവന്മാരുണ്ട്, പിശാചിന് ട്യൂഷൻ എടുക്കുന്നവന്മാര്. അതുകൊണ്ട് നമ്മൾ ആ വാക്യം കൂടെ വായിച്ചേ. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാട്ടോ, ഈ സന്തോഷം നിലനിൽക്കുന്നതിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഈ സന്തോഷം കെടുത്തിയവർ ഒരേ ഒരു കുടുംബമാണെന്ന് നടക്കണ അനന്യാസ് സഫീറ. അവര് ചത്തുപോയി എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, സഭയ്ക്കകത്ത് ദൈവിക സമാധാനവും ആത്മാവിന്റെ സന്തോഷവും വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നിലനിർത്താൻ അപ്പോസ്തലന്മാർ മുൻകൈയെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. പക്ഷെ ഇന്ന് സംഭവിക്കുന്നൊരു കാര്യം, സഭയ്ക്കകത്ത് ആത്മാവിന്റെ ഐക്യത വരാതെ വണ്ണം പിശാചിന്റെ കയ്യാളുകളായിട്ട് അനേകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹവും ആത്മാവിന്റെ സന്തോഷവും സംഘടനയ്ക്കകത്ത് വരാത്തിടത്തോളം ദൈവത്തിന് അവിടെ ഇടപെടേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കണം. അനേകർ പ്രസംഗിക്കുന്നത് വലിഞ്ഞു കയറി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് കണ്ടൊക്കെയാ ചിലർ പ്രസംഗിക്കുന്നത്. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ല. ക്രിസ്തു വേഗം വരുവാൻ പോകുകയാണ്, ഇനി ഒന്നും അവശേഷിക്കുന്നില്ല, എല്ലാവരും ഒരുങ്ങണം, അല്ലേ? അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാം വിറ്റ് അത് പൊതുവകെ നേടണം. ആവശ്യമുള്ളവർക്ക് എടുക്കാം. ആരും അന്യായമായി സ്വരൂപിക്കേണ്ട കാര്യം. യേശുവിന്റെ മടങ്ങിവരവാണ്. അപ്പോൾ ആ വലിയ വെളിപ്പാടോടുകൂടെ ആത്മാവിന്റെ സന്തോഷത്തോടുകൂടെ ഉല്ലാസത്തോടെ അവർ ജീവിക്കുകയാണ്. ഈ സമാധാനമാണ് ശത്രു ഈ കാലഘട്ടങ്ങളിൽ ഇതിന്റെ അകത്തുനിന്ന് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എടുത്തു കളയുകയാണ്. അടുത്ത് ശ്രദ്ധിച്ചാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, അത് വായിക്കാനാണോ? കാരണം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇതോട് വായിച്ചേ പറ്റത്തുള്ളൂ. വായിച്ചേ. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട്. ശ്രദ്ധിക്കണേ, ഈ വാക്യം നമ്മൾ വായിക്കും. ആ വാക്യം ഒന്നും കൂടെ വായിച്ച 46-ാം വാക്യം. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാവതിയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. മതി. നമുക്ക് അതിന്റെ കൂടെ സ്തോത്രം നമുക്ക് വായിക്കേണ്ട മറ്റൊരു ഭാഗം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്.
അതിന്റെ എബ്രായ ലേഖനം എടുത്തേ. ഓക്കെ, എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യം ഒന്ന് വായിച്ചേ. 10-ന്റെ 24-25 വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. ശ്രദ്ധിക്കണം. അത് വായിച്ചടുത്തത്. നാൾ സമീപിക്കുന്നു എന്ന് കാണും. എങ്ങനെ ഒന്നുകൂടെ വായിച്ചേ? നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്ത് അധികമായി ചെയ്യേണ്ടതാകുന്നു? കൂട്ടായ്മയും സഭായോഗവും അധികമായി ചെയ്യണം. എങ്ങനെ? നാൾ സമീപിക്കുന്ന പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അടുക്കും തോറും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം, സൽപ്രവർത്തികൾ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഐക്യത ഈ അവസാന കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് മടങ്ങി വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് മടങ്ങി വരാൻ ആരാ തടസ്സം എന്നറിയാമോ? ഇത് നേതൃത്വത്തിൽ നിൽക്കുന്നവർ തന്നെയാ തടസ്സം, വേറെ ആരും തടസ്സമല്ല. വേറെ ആരാ തടസ്സം? കർത്താവ് ഐക്യത അവിടെ വെളിപ്പെട്ടാൽ അവരെ അഭിഷേകം ചെയ്ത് ബലപ്പെട്ട് ദൈവ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് റെഡിയാ. പക്ഷെ റെഡിയല്ലാത്ത ഇതിനെ നടത്തുന്ന ഇടയന്മാർ മാത്രമോ തടസ്സം, വേറെ ആരും തടസ്സമില്ല. വേറെ ആരാ തടസ്സം? പിശാച് പറയും, ഞാൻ അടുത്ത ഭൂഖണ്ഡത്തിൽ പോലും ഇല്ല ഈ വിഷയത്തിൽ. ഉണ്ടോ? പിശാച് വിഷയക്കാരനാണെങ്കിലും ഈ വിഷയം മനുഷ്യന്റെ കയ്യിൽ, കാര്യം കർത്താവിന്റെ കയ്യിലാ സഭയിരിക്കുന്നേ. ഞാനത് ഒരുവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ലെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഇരിക്കുന്നവരല്ലേ വിട്ടുകൊടുക്കാൻ അനുവദിക്കാത്തത്? ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? അപ്പോ 1-ാം നൂറ്റാണ്ടിന്റെ അവസരം ചിലർ ചെയ്യുന്ന പോലെ സഭായകൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ച് സ്നേഹത്തിനും സൽപ്രവൃത്തി ഉത്സാഹം വർദ്ധിപ്പിക്കുവാനും അന്യോന്യം സൂക്ഷിച്ചു കൊടുക്കുക. അപ്പോൾ എന്താണ് ഈ സൽപ്രവൃത്തി? എന്താണ് ഉത്സാഹം? ആ ഭാഗം വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വായിച്ച വാക്യം ഒന്നും കൂടെ വായിക്കണം. ഇത് 44 മുതൽ വായിക്കുമ്പോൾ എന്താണ് സൽപ്രവൃത്തി, എന്താണ് ഉത്സാഹം? അടുത്ത് വായിക്കുന്ന എന്താണ്? ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിക്കുക, അല്ലെ? അവിടെ സൂക്ഷിക്കുക, നാൾ സമീപിക്കുന്നു. അപ്പോൾ സൽപ്രവൃത്തി ഉത്സാഹം വർദ്ധിപ്പിക്കണം. അപ്പം പ്രബോധിപ്പിച്ചുകൊണ്ട് സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിക്കണം, സ്നേഹിക്കണം, സൽപ്രവർത്തികളിൽ ഉത്സാഹിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണമെന്നാണ് നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 44 വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി, ഈ ഒരുമനപ്പെട്ട് ദിനം പ്രതി വരണമെന്നുണ്ടെങ്കിൽ ഈ പൊസഷൻ പാടില്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്റേത്, ഞാന്, എൻ്റെ കുടുംബം, ഞങ്ങള്, ഈ വർത്താനത്തിന് ഇടയാകുന്നതൊന്നും രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ കാണരുത്. അങ്ങനെ കണ്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നാൽ ആത്മാവിന്റെ ഐക്യത നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഏതെങ്കിലും ലേബല് നമ്മളുടെ മേലുണ്ട് എങ്കിൽ അത് ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം നാം ദൈവമക്കളാണ്. നമ്മെ ദൈവത്തിന് ഉപയോഗിക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ഫലമേൽപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ നാം ചില മേഖലകളിൽ കെട്ടപ്പെട്ട് കിടക്കുന്നതാണ് ദൈവം കാണുന്നത്, അല്ലേ? അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ എന്തുകൊണ്ടാണ് സഭയ്ക്കകത്ത് ആള് വരാത്തതെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വായിച്ച വാക്യം 2-ന്റെ 44 മുതൽ വായിച്ചു, 44 മുതൽ വായിച്ചു, 45 വായിച്ചു. ആവശ്യം എല്ലാവർക്കും പങ്കിട്ടെടുത്തു. 46-ാം വാക്യം വായിക്കുന്നത് ഒരുമനപ്പെട്ട് ദിനംപ്രതി കൂടി വരികയും. അപ്പൊ മനസ്സിലാക്കണം, എല്ലാവരും കൂടി ദൈവാലയത്തിൽ, അവിടെ അന്നത്തെ കൂട്ടായ്മയിൽ എല്ലാവരും വരികയും അവരുടെ വീട്ടിലും ആ സന്തോഷം, സഭയിലും ആ സന്തോഷം. ഇന്ന് ഇത് പറയാൻ പറ്റുമോ?
തമ്മിൽ ഒരു സഭയില് എത്ര കുടുംബങ്ങൾ, അവരുടെ എല്ലാ കുടുംബത്തിൽ സന്തോഷമുണ്ടോ? അവരുടെ കുടുംബത്തിൽ സന്തോഷമില്ലെങ്കിൽ അവർ സഭയെ വന്നാൽ അവർക്ക് സന്തോഷം കാണത്തില്ല. എന്താണ് സന്തോഷത്തിന്റെ കാരണം? അവരുടെ ഭൗമികമായ അവരുടെ ആവശ്യങ്ങൾ അത് നിവർത്തിക്കപ്പെടുക മാത്രമല്ല, അവിടെ ആ സന്തോഷം അവിടെ നിലനിന്നു. വായിച്ച സന്തോഷത്തെ കുറിച്ച് വായിച്ചേ. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട്. ഇവിടെയാണ് സഭകൾ ഇന്ന് പരാജയപ്പെട്ട് കിടക്കുന്നത്. എന്തൊക്കെയാണ്? ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട്. ഇന്ന് സഭയ്ക്കകത്ത് ഇല്ലാതിരിക്കുന്ന കാര്യം, ഇന്ന് കള്ളന്മാരുടെ എണ്ണം വിശ്വാസികളുടെ ഇടയിൽ വളരെ കൂടിയേക്കുക. വ്യാജ വിശ്വാസികൾ ഒത്തിരി പേരാണ്. ഒത്തിരി പേര് വ്യാജത്തിന് തുണ നിൽക്കുന്ന പാസ്റ്റർമാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവര് ഈ പുറമെ കാണുന്നൊന്നുമല്ല, ചിലരെയൊക്കെ അടുത്ത് അറിയുമ്പോഴാണ് പക്ക തീഹാർ ജയിലിൽ ഇടേണ്ടവനൊക്കെ വഴി ബോയ്ബിളുമായിട്ട് കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അമ്മാതിരി ഊടായ്പൊക്കെ ഭൂമിയിലുണ്ട്. അപ്പോ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പറയാൻ ആരുമില്ല. കാര്യം പറയുന്നവൻ ഒറ്റപ്പെടുകയാണ്. ഈ വചനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന കാര്യം അവിടെ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. ഇവിടെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു വിഷയം കിടപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം പറയുന്നത്, ഈ ഉപദേശം കൊണ്ടല്ലാതെ നിന്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ അവനോടുകൂടെ നീ ഭക്ഷണം കഴിക്കുക പോലും അരുത്. മനസ്സിലാവുന്നുണ്ടോ? അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നൊരു കാര്യമാണ്. നിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ അവരുമായിട്ട് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യരുതെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. തിമോത്തിയോസിന്റെ ലേഖനത്തിലാണോ നോക്കട്ടെ, അല്ലെങ്കിൽ അത് പത്രോസിന്റെ ലേഖനത്തിലാണ്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന കാര്യം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അകൃത്യത്തിന് നമ്മൾ കൂട്ടാളിയാകുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ വിഷയം. ആമേൻ. സ്തോത്രം സ്തോത്രം. അതിൻ്റെ അകത്ത് ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളരുത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. സ്തോത്രം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം ഒന്ന് വായിച്ചേ. തിമോത്തിയോസ് 6-ാം അധ്യായം വായിച്ചത്. മുഖത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദൂഷിക്കപ്പെടാതിരിക്കുവാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാരെന്ന് എണ്ണേണ്ടതാകുന്നു. വിശ്വാസികളായ യജമാനന്മാർ ഉള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വേറൊരു വിഷയം പറയുന്നു. ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നുകൊണ്ട് പറയുന്ന, വിശ്വാസികളായ യജമാന്മാർ ഉള്ളവർ അവര് സഹോദരന്മാർ. വായിച്ചേ. വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ അതായത് യജമാനൻ വിശ്വാസിയാണ്, അവൻ സമ്പന്നനുമാണ്. അപ്പോൾ അവന്റെ കൂട്ടു സഹോദരൻ ഇരിക്കുന്നവൻ അവനെ സേവിക്കേണ്ട വ്യക്തിയാണ്.
അവിടെ വായിക്കുന്നത് സഹോദരന്മാരെന്ന് വെച്ച് അവരെ സഹോദര ബ്രദറേ എന്ന് വിളിച്ച് ആ ഒരു സ്വഭാവം കിട്ടുന്നുണ്ട്. ഒത്തിരി പേരുടെ വിശ്വാസ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം ഇതാ. സഹോദരൻ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുന്ന കാര്യം ഇവിടെ മനസ്സിലായോ? ഇത് 1-ാം നൂറ്റാണ്ടിൽ ഇത് പൗലോസ് കണ്ടു. കാര്യം സ്തോത്രം കാര്യം ഇവർ അലക്ഷ്യമാകുക. കാര്യം ഇതുവരെ ലഭിക്കാത്ത പദവികൾ ലഭിച്ചു കഴിയുമ്പോൾ, ഇതുവരെ വീടിന്റെ അടിച്ച തിണ്ണ കയറ്റാത്ത കിടക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ആ അവസരങ്ങൾ കിട്ടി, അങ്ങോട്ട് പ്രവേശനം കിട്ടി, അവരെ സഹോദരന്മാർ വെച്ച് കരുതിയപ്പോൾ ഇപ്പോഴെന്താ പഴയ സ്വഭാവം എടുക്കാൻ ചെല്ലരുത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ സഹോദരന്മാരെന്ന് വെച്ച് എങ്ങോട്ടാ മറിഞ്ഞു പോയത്? അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആകൊണ്ട്. ശ്രദ്ധിക്കണേ, ഇത് ദൈവം നോക്കുന്നുണ്ട്. ഇത് ദൈവം നോക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും നന്മ കിട്ടിക്കഴിഞ്ഞ് നന്മ കിട്ടുമെന്നല്ല വീട്ടിൽ വന്ന് കുറ്റം പറയുക, വീട്ടിൽ വന്ന് വ്യാഖ്യാനിക്കുക, നുണ പറയുക, ഇതെല്ലാം ചെയ്യുന്ന ദൈവം കേട്ടോണ്ടായിരിക്കുന്നു. എന്നിട്ട് രാത്രി പ്രാതികത്തോ ഇനി ഉയർന്ന അവസരം നീ ഇപ്പൊ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നീ തോറ്റ് തുന്നം പാടിയിരിക്കുക. നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നീ തോറ്റ് കിടക്കുകയാണ്. നിനക്കിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ നിലനിർത്തിയിരിക്കുന്ന അനുഭവത്തിൽ നീ ജയിച്ച് മുന്നേറണം. ദൈവം നോക്കുന്നുണ്ട്, അല്ലെ? അലക്ഷ്യമായി കാണരുത്. മറ്റൊരു വിഷയമാണെങ്കിൽ അത് നിന്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. വായിച്ചേ. അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുകയത്രേ വേണം. അതായത് വിശ്വാസിയായിരിക്കുന്ന ഒരു ദാസൻ, വിശ്വാസിയായിരിക്കുന്ന യജമാനനെ സാധാരണ മറ്റുള്ളവരെല്ലാം സ്തോത്രം ഒരു യജമാനനായിരിക്കുന്ന വ്യക്തിയെ സേവിക്കുന്നത് എല്ലാ പൂർണ്ണ വിശ്വസ്തതയാണെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്, അല്ല ഒരു രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനാണ് യജമാനനായിരിക്കുന്നെങ്കിൽ മറ്റുള്ള ലോകർ ചെയ്യുന്നതിൽ ഇരട്ടിയായി നീ സേവിച്ചേ മതിയാവത്തുള്ളൂ. ദൈവത്തിന്റെ വചന പറയുന്നത്. ഇത് റെഡിയാണോ അനേകര്? ഞാൻ ഒത്തിരി പേരിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ചിലര് ജോലി ചെയ്യുന്നിടത്ത് അവർക്ക് സ്വത്രം മുകളിൽ അവർക്ക് അവരുടെ സീനിയർ ആയിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ അവരെ യജമാനന്മാരായിരിക്കുന്ന ഉന്നത ഹയർ പോസ്റ്റിലേക്ക് ഇരിക്കുന്നവരുണ്ടെങ്കിൽ പലരും സംസാരിച്ചു വരുമ്പോഴത്തേനും അവരെ അശേഷം ബഹുമാനമോ അവനെന്നാ അവന് എനിക്കറിയാൻ അവിടെ പോകുന്നോ ഇല്ല, പിന്നെ നമ്മൾ ആ സ്ഥാനത്തിരിക്കണമെന്നൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലാകുന്നു? ഇങ്ങനെയൊക്കെ ഡയലോഗുകൾ വരുന്ന എവിടുന്നാന്നറിയോ? ഇതൊക്കെ ഈ വചനത്തെ നിഷേധിക്കുന്നവരിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണിത്. അത് ദൈവം അത് കണ്ട് അതിന് അനുകൂലമല്ല കർത്താവ്, അതിന് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. വിശേഷം നിങ്ങൾ സേവിക്കുക അത്രേ ചെയ്യേണ്ടത്, അങ്ങനെയല്ല വചനം പറയുന്നത്. പക്ഷെ പലയിടത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മുതലാളി ഇച്ചിരി കൂടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാലേ അവര് ഇച്ചിരി സ്വത്രം അവരെ കാണുമ്പോ വിശ്വാസിയായിട്ടിരിക്കുന്നവരും അവൻ എനിക്കറിയാം, അവനെ വലിയ ആരൊന്നും പറയുന്നു വേണ്ട, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് അതിനെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ കൂടെ മറിച്ചു കളയുന്ന ഒരു സ്വഭാവം പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വചനവിരുദ്ധമായ ജീവിതമാണ് അവിടെ നയിക്കുന്നത്, അല്ലേ? ആമേൻ, സ്തോത്രം. അതിന്റെ 3-ാം വാക്യം മുതൽ വായിച്ചു. അവിടെ വായിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെ വാക്കുവാദത്തിന് ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു, അല്ലേ? അവയാൽ എന്തൊക്കെ സംഭവിക്കുന്നു? അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധി, സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അപ്പൊ ഇതൊക്കെയാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. ഈ സഭയ്ക്കകത്ത് സംഭവിച്ച കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 46-ാം വാക്യം, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ
ദിനം പ്രതി സഭയോട്. ചേർത്തുകൊണ്ടിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഇടത്ത്, അതായത് നാം ദൈവവചനം സൂക്ഷിച്ചാൽ മാത്രമാ അതിനോട് ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം ആരെയാ കൊണ്ടുവരുന്നത്? ദൈവം സാത്താന്റെ പള്ളിയിൽ നിന്ന് ചിലരെ കർത്താവ് കൊണ്ടുവരും. കർത്താവ് കൊണ്ടുവരും, നിസാര ഇടത്തുനിന്നല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്നാ? ദൈവത്തിന്റെ വചനം സൂക്ഷിക്കണം. അടുത്ത് എന്താ സൂക്ഷിക്കേണ്ടത്? വചനം സൂക്ഷിച്ചു. അടുത്ത് സൂക്ഷിക്കേണ്ട കർത്താവിന്റെ നാമം നിഷേധിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും നാം സൂക്ഷിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത് കാണാനിടയായി തീരും. നമ്മൾ വായിച്ച സ്തോത്രം റോമാലേഖനത്തിൽ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, അല്ലെ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക്, പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശു എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. 8-ാം അധ്യായം നമ്മളൊന്ന് വായിച്ചേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരണമെന്നുണ്ടെങ്കിൽ നീ ആത്മാവിൽ നടത്തപ്പെടണം. നിന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ, നിന്റെ ബുദ്ധി നിന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവഹിതമല്ല. പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരണം. അത് നിന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളല്ല ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. നീ ദൈവസന്നിധിയിൽ ആ കാര്യത്തെ ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിക്കണം. ദൈവസന്നിധിയിൽ അതിന് ആലോചന നീ പ്രാപിച്ചെടുക്കണം. അഭിഷേകമില്ലാത്ത ഒരുവന് ഒന്നും പ്രാപിക്കത്തുമില്ല, ഒന്നും ചോദിക്കത്തില്ല. അവൻ ചുമ്മാ ബുദ്ധിയിലും ജഡത്തിലും ആശ്രയിച്ച് പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെന്നെത്തുന്നത് പരാജയത്തിലായിരിക്കും. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർ എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിൽ നിലനിൽക്കുന്നവരാണ് ക്രിസ്തുവിലുള്ളവർ. ആത്മാവിൽ നടത്തപ്പെടുന്നവരാണ് ക്രിസ്തുവിലുള്ളവർ. വായിച്ചേ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ, ഈ ജഡത്താലുള്ള ബലഹീനത എന്നൊക്കെ പറയുന്നത് നമ്മളൊന്നും ഇങ്ങോട്ട് കടമെടുക്കണ്ട. ഇതിനാണ് കർത്താവ് കാൽവറിയിൽ മരിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിൽ ദൈവത്തിന്റെ അഭിഷേകം നിലനിൽക്കേണ്ടതിന് ജഡത്തിന്റെ ബലഹീനത നിമിത്തമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. നീയല്ല തകർക്കപ്പെട്ടത്, ക്രിസ്തുവാ തകർക്കപ്പെട്ടത്. നിന്നെ വിടുവിക്കേണ്ടത് നീയല്ല തകർക്കപ്പെട്ടത്, ക്രിസ്തുവാ നിനക്ക് വേണ്ടി പകരക്കാരനായിട്ട് തകർക്കപ്പെട്ടത്. അല്ലേ? വായിച്ചേ. ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ. മനസ്സിലാക്കണം, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന, പാപം വെളിപ്പെടുത്തുകയുള്ളൂ. പാപത്തിൽ നിന്ന് ജയകരമായിട്ട് പാപം ചെയ്യാതെ ജയിക്കാനുള്ള, പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം ചെയ്യാനുള്ള ഒന്നും ന്യായപ്രമാണത്തിലില്ലായിരുന്നു. ഏത് തെറ്റും തെറ്റാണെന്ന് പറയും, അതിന്റെ ശിക്ഷയും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ലോ ബുക്കായിരുന്നു ന്യായപ്രമാണം. വായിച്ചേ. സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞ പാപജഡത്തിന്റെ സദൃശ്യമാണ്. അതുകൊണ്ട് അവൻ ജഡത്തിൽ മനുഷ്യനായി തീർന്നു. കർത്താവ് എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, പാപത്തിന് പ്രായശ്ചിത്തമില്ലാതിരുന്നു, പാപത്തിന് മാറ്റമില്ലാതിരുന്ന സമയത്ത് പാപ ശരീരത്തോടുകൂടെ വെളിപ്പെട്ടിട്ട് പാപം അറിയാത്തവനെ പാപികൾക്ക് വേണ്ടി തകർക്കപ്പെടണം. ഇതായിരുന്നു പിതാവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്നെ നിന്റെ പാപം വഹിച്ചുകൊണ്ട് മരിച്ചത് നിമിത്തം എനിക്ക് നിനക്കും എന്ത് സംഭവിച്ചു? പാപത്തിന് പരിഹാരം വരുത്തി. അപ്പൊ ചോദിക്കുന്നത് എല്ലാവർക്കും ബാധകമാണോ? ബാധകമാണ്. അവന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് ബാധകമാണ്. യേശുക്രിസ്തു കാൽവരിയിൽ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇനിയൊരു കൽപ്പന കിടപ്പുണ്ട്. എന്താണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. കർത്താവിന്റെ കൽപ്പനയാണത്, അല്ലേ? അപ്പൊ കൽപ്പന അനുസരിക്കാതെ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് നിനക്ക് ഒരു ഗുണവുമില്ല. കർത്താവിന്റെ മരണത്തോട് നീ ഏകീഭവിക്കണം. അതിന് നിന്റെ പാപ ജീവിതത്തെ നീ ഏറ്റുപറയണം. യേശു ക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ കർത്തൃത്വം മാറ്റുകയാണ്. മറ്റു ചില കർത്തൃത്വങ്ങൾ നിന്നത് മാറി ക്രിസ്തുവിലേക്ക് വരണം. പണ്ട് നമ്മൾ സമുദായത്തിലായിരുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്ന് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യവചനം, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ വിധങ്ങളും വ്യക്തമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്.
അപ്പോൾ ഇന്ന് മനസ്സിലായി. വെറും ചിലര് സമുദായത്തിൽ ആയിരുന്നപ്പോ CSI പറയുന്നത് ഞങ്ങൾ കുറെ പാട്ട് പാടി അന്ന് സ്വർഗത്തിൽ പോകുന്നു. എത്ര കൊടുവെട്ട് പാട്ട് പാടിയാലും പോവില്ല. നീ രക്ഷിക്കപ്പെട്ടാലേ ദൈവസന്നിധി പോകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധി പോകണമെങ്കിൽ വീണ്ടും ജനിക്കണം. നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിനക്ക് ബോധം വരുന്ന പ്രായത്തിൽ വേണം നീ ഇത് ചെയ്യാനായിട്ട്. അല്ലാതെ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് നടക്കുന്ന ഒരു തലതൊട്ടപ്പന്റെ സെക്യൂരിറ്റി വെച്ചോണ്ടല്ല നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അല്ലേ? 3 പേര് സെക്യൂരിറ്റി. ആൺകൊച്ചാണ് 2 ഗോഡ് ഫാദർ, 1 ഗോഡ് മദർ. പെൺകൊച്ചാണ് 2 ഗോഡ് മദർ, 1 ഗോഡ് ഫാദർ. ഇവരെ ചത്തുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുവോ? അങ്ങനെ ആരെങ്കിലും ആശ്രയിച്ചല്ല ക്രിസ്തീയ ജീവിതം ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് നിന്റെ പാപത്തെ കുറിച്ച്, ജഡം, ലോകം, പാപം, പിശാച് 4നെ കുറിച്ച് ബോധ്യം വന്ന ശേഷം ജഡത്തെ, ലോകത്തെ, പാപത്തെ, പിശാചിനെ 4നും തള്ളിക്കൊണ്ട് നീ വീണ്ടും ജനിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ സ്നാനമേൽക്കണം. ഹല്ലേലൂയ. ഒരു 10 മാസമായ കൊച്ചോ 1 വർഷമായ കൊച്ചിന് ഒരിക്കലും ഞാനൊരു സ്നാനക്കുളത്തിലും കണ്ടിട്ടില്ല ഒരു സ്നാനപ്പെടാൻ നിൽക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, സമുദായം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ്. ദൈവത്തിനോട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലര് ജീവിക്കുന്നത് തന്നെ ഈ ക്രിസ്മസും ഈസ്റ്ററും ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി ചിലര് ജീവിച്ചിരിക്കുന്നത് തന്നെ. അതെ, കുറെ കേക്കും കുറെ അപ്പവും കുറെ ഇറച്ചിയും പോത്തും വെട്ടിപ്പിടിക്കും തിന്നാൻ വേണ്ടി ഇരിക്കുന്നു. ഇതൊന്നും അല്ല ക്രിസ്തീയ ജീവിതം. വായിച്ചേ. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ആ ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ സ്വർഗീയ പിതാവ് ആ മനുഷ്യ സാദൃശ്യത്തില് പാപ മനുഷ്യൻ നിമിത്തം പുത്രനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു. പാപത്തിന് ജഡത്താൽ ശിക്ഷ വിധിച്ചു. അതായത് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ പാപികളായിരുന്ന മനുഷ്യരെ അവരുടെ അകൃത്യം ചുമത്തിക്കൊണ്ട് പുത്രനെ ശിക്ഷ വിധിച്ചു. അടുത്തത് അപ്പോൾ ശ്രദ്ധിക്കണം, നാം ആരാന്ന് വെച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? ജഡത്തെ അല്ല. ഈ ജഡം എന്ന് പറയുന്നത് ചിലർക്ക് ഇന്നും അറിയത്തില്ല. എത്ര കേട്ടാലും മനസ്സിലാകാതെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഈ അഭിഷേകം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവനിലേക്ക് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വഴി നടത്താൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാക്കുന്ന ഈ പാപവും ജഡസ്വഭാവവും മുമ്പോട്ട് പോകുന്ന നിത്യനാശത്തിലേക്കാണ് എത്തുന്നതെന്ന് ബോധ്യം വരികയാണ്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ മാത്രം അത് നീതിയായി തീരുന്നുള്ളൂ. ആമേൻ. സ്തോത്രം. വായിച്ചാട്ടെ. ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. സ്തോത്രം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും. ഇതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ആത്മീയൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ കിടന്ന് സ്വതന്ത്രം ബാക്കിയുള്ള എല്ലാവരും ലോകാര്യം അവന്റെ കുറ്റം ഇവന്റെ കുറ്റം ആ പ്രശ്നം ഈ പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയുള്ളവൻ അവനിലിരിക്കുന്ന അഭിഷേകവും ദൈവകൃപയും ചോർന്നു പോകാത്ത കാര്യങ്ങളിലെ ഇടപെടത്തുള്ളൂ. സംസാരങ്ങൾ കുറയും, ഇടപെടലുകൾ കുറയും, മാറി നിൽക്കും. ഇത് കണ്ടുകൊണ്ട് അവൻ ധിക്കാരിയാണെന്നും അഹങ്കാരിയാണെന്നും ദുഷ്ടനാണെന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ വീണ്ടും ഒരു ഭക്തനാണോ ആത്മാവിനനുസരിച്ച് അവൻ വീണ്ടും ദൈവകൃപയെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കും. അപ്പോഴും ജഡമനുഷ്യൻ അപ്പോഴും സ്നാനപ്പെട്ടിട്ടുണ്ടാകാം, ജഡമനുഷ്യൻ അപ്പോഴും ആരാധനയ്ക്ക് പോകുന്നുണ്ടാകും, ബൈബിൾ കോളേജിൽ പോകുന്നുണ്ടാകും. പക്ഷേ ഇതുവരെ ആത്മാവിനനുസരിച്ച് നടന്നിട്ടില്ല, ജയജീവിതം നയിച്ചിട്ടുമില്ല. ജയജീവിതം നയിക്കണം. മനസ്സിലായോ? ജയജീവിതം നയിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യതയുള്ളൂ. മനസ്സിലാക്കണം. അപ്പോൾ ജഡത്തിന്റെ ചിന്ത അവിടെ വായിക്കുന്ന അല്ല, അതിന്റെ തൊട്ട് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ഈ ആത്മസ്വഭാവമുള്ളവൻ ആത്മീയ കാര്യം പറയും, ദൈവീക കാര്യം പറയും, നിത്യതയെ കുറിച്ച് പറയും. അവനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ജഡസ്വഭാവമുള്ളവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. അവൻ സഭ മെമ്പറാ, ബന്ധക്കോസുകാരനാണെങ്കിൽ എഴുന്നേറ്റ് പോകും. കാരണം ജഡീകനാണ്.
നിങ്ങൾ ചിന്തിച്ചോണേ, നിങ്ങൾ ആരാ ഈ കാറ്റഗറിയിൽ, നിങ്ങൾ എവിടാ കിടക്കുന്നതെന്ന് പരിശോധിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? കാഹളം ധ്വനിക്കുമ്പോൾ ദൈവമക്കൾ ദൈവരാജ്യത്തിലേക്ക് പോകും. പിന്നെ മഹോദരം, നിനക്ക് സന്തോഷമായിട്ട് എന്തും പറഞ്ഞ് ഇറങ്ങി അങ്ങ് നടക്കാം. പിന്നെ ആരും നിന്നെ കൺട്രോൾ ചെയ്യത്തേയില്ലെന്ന് മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് ആത്മാവിൽ സ്തോത്രം, ജഡീകർ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മാവുള്ളവർ അഭിഷേകം പ്രാപിച്ച ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. അടുത്തത് അപ്പൊ ജഡത്തിന്റെ ചിന്ത മരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ജഡീകര്. ഏതൊരു കാര്യം നടക്കുന്ന ക്രിസ്തു ഇല്ല, നിത്യതയില്ല, നിത്യജീവനില്ല. കാര്യം അവരെപ്പോഴും അവരുടെ ഈ ചിലരി രക്ഷിക്കപ്പെട്ടിട്ട് ആ സ്നാനപ്പെട്ട് കഴിഞ്ഞാലും അവരാ കിടക്കുന്ന പശ്ചാത്തലമുണ്ട്, അവരെ വീണ്ടും വീഴ്ത്തിക്കളഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ചിലർക്ക് ആ പാപ സ്വഭാവത്തിൽ നിന്ന് എഴുന്നേക്കാൻ ഇതുവരെയും കഴിയത്തില്ല. പക്ഷെ ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ, മറന്നു പോകരുത്. കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. വായിച്ചേ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവ് അവർക്ക് എപ്പോഴും സമാധാനവും സന്തോഷവും കൊടുത്തോണ്ടിരിക്കും. എന്നാൽ ജഡീകർ പറയും, എനിക്കൊരു സ്വസ്ഥതയില്ല, ശരീരത്തെ നോക്കിയിട്ടുമില്ല, മക്കളെ നോക്കിയിട്ടില്ല, നാട്ടുകാർ നോക്കിയിട്ടുമില്ല, ഒന്നും നോക്കിയിട്ട് സമാധാനം. എന്നാ ചെയ്യാൻ? ഇതാ ഇങ്ങനെയുള്ളവർ ജഡീകരാണ്. കാര്യം കർത്താവ് നൽകിയിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് ലോകം കണ്ടിട്ടുള്ള സമാധാനമല്ല. പിന്നെ എന്താണ്? നീ പാപിയായി ജീവിച്ചപ്പോൾ നിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് അവൻ നിന്റെ പാപത്തിൽ നിന്ന് മോചിച്ചിരിക്കുകയാണ്. നീ ഇനിമേൽ പാപിയല്ല, നീ വിശുദ്ധനാണ്. നിന്നിൽ അഭിഷേകം പകർന്നത് നിന്നെ നീതീകരിച്ചത് കൊണ്ടാണ്. അപ്പോൾ അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ അവൻ സന്തോഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ജഡീകർ നോക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണമുണ്ടോ, സാഹചര്യം എങ്ങനെയാ, മോശമായി, ഇത് മാത്രമായിരിക്കും അവരുടെ വിഷയം. വായിച്ചേ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം എന്ന് പറഞ്ഞ ദൈവം നടത്തുന്ന വിധങ്ങൾക്കും വഴികളെല്ലാം ഇവരെപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് ദൈവത്തിന്റെ പദ്ധതികൾ കണ്ടാൽ അതിനെയെല്ലാം ക്വസ്റ്റ്യൻ മാർക്കിൽ തൂക്കിയിടാനാണ് ഇവരിയ്ക്കുന്നത്. പക്ഷെ ഇവര് പെന്തക്കോസിലുണ്ട്, അതാണ് ഏറ്റവും വലിയ രസം. പിടികിട്ടിയോ? ജഡീകരാരാന്ന് മനസ്സിലായോ? ആത്മീകനെ കൊണ്ടുപോകാനാ കർത്താവ്. പെന്തക്കോസുകാരെ കൊണ്ടുപോകാനല്ല വരുന്നത്. രക്ഷിക്കപ്പെട്ടവനെ ആത്മാവിനനുസരിച്ച് നടക്കുന്നവനെ കർത്താവ് കൊണ്ടുപോകാനാണ് യേശു ക്രിസ്തു വേഗം വരുന്നത്. വായിച്ചേ. അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അങ്ങനെ തന്നെയാണോ? എത്രാം വാക്യം വായിച്ചേ? കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അപ്പൊ മനസ്സിലാക്കണം, ജഡ സ്വഭാവത്തിൽ നടക്കുന്ന ആർക്കും ആത്മാവിന് കീഴ്പ്പെടാൻ ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ടാണ് ആത്മാവിൽ വീണ്ടും ജനിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അടുത്തത്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നല്ലതും പ്രസാദപൂർണ്ണവും ദൈവഹിതം നീ എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ തിരിച്ചറിയും? നീ ആത്മാവിൽ വീണ്ടും ജനിക്കാതെ നിനക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? ആത്മാവിൽ നീ നടത്തപ്പെടുന്നെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തോട് സഖ്യതയുള്ളൂ. അല്ലേ? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ളൂന്ന്. വായിച്ച വാക്യം അടുത്ത് വായിച്ച. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നത് നീ അനുഭവിക്കണം. അത് നിലവാരത്തിൽ നീ ജീവിച്ചെങ്കിൽ മാത്രമേ നീ ആത്മസ്വഭാവം നിന്നിൽ വരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ആത്മസ്വഭാവം ഉള്ളവർക്ക് മാത്രം നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശയുള്ളൂ, ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള സന്തോഷം. അല്ലെങ്കിൽ ഇവരെപ്പോഴും മറ്റു കാര്യം പറയും. ജഡം പറയും, നീ എന്തിനാന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന, നീ അനങ്ങാതിരിക്കുക, അത് ഇത് ചെയ്യുന്നു, റീല് കണ്ടോണ്ടിരിക്കുക, ടി വി കണ്ടോണ്ടിരിക്കുക, അവരുടെ കാര്യം പറയും, ഇവരുടെ കാര്യം. ഇത് ജഡം പറഞ്ഞുകൊണ്ടിരിക്കും. ആത്മാവ് പറയും, നീ അതൊന്നും ചെയ്യരുത്, നിന്നിലിരിക്കുന്ന അഭിഷേകത്തെ നീ ദുഃഖിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, ദൈവകൃപയിൽ മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞ് നിന്നെ ഉത്സാഹിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അനേകർ ഇന്ന് ജഡത്തിലാ ജീവിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ യേശുവിന്റെ വരവിൽ പോകുമെന്ന് പറഞ്ഞോണ്ടിരിക്കുക, അല്ലെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. പക്ഷേ ഈ ജഡത്തിലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അവന്റെ ഭൗതിക ശരീരം മരിക്കുന്നതോടാണ് നിത്യ നരകത്തിലേക്ക് പോകുക. വായിച്ചേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ശ്രദ്ധിക്കണം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഓക്കെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്
നിങ്ങളിൽ വസിക്കുന്നു എന്നും എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും അതായത് ജയജീവിതം നയിക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അനുസരിച്ച് ഒരുവൻ ജീവിക്കണം. അവന്റെ കണ്ണു പറയുന്നത് പോലെ അവൻ പോകില്ല, നാവിൽ വരുന്നതെല്ലാം അവൻ പറയില്ല, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ അവന് പോകില്ല, അവന്റെ കൈ തരിച്ചു വരുന്ന പലതും ചെയ്യാനായിട്ട് അവന്റെ കൈ അനുവാദമില്ല, അവന്റെ കാലുകൾ അവിടെ പോകണം ഇവിടെ പോകണം എന്നുള്ള രീതിയിൽ ഓടി നടക്കാൻ തുടങ്ങുമ്പോൾ അതിനെയെല്ലാം നിരോധിക്കാൻ ആത്മാവിനനുസരിച്ച് നടക്കുന്ന ജയജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ആ വാക്യം എന്താ വായിച്ചിരിക്കുന്നു, അങ്ങനെയുള്ളവരുടെ മർത്യ ശരീരമാണ് ജീവിപ്പിക്കപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ജയിച്ചവരുടെ ശരീരമാ രൂപാന്തരപ്പെടത്തുള്ളൂ. സ്നാനപ്പെട്ടു എന്നും പറഞ്ഞ് നീ ഇരുന്നോ, പോവില്ല. മനസ്സിലാക്കണം, ജയിച്ചവർക്കാണ് ദൈവസന്നിധി പോകാൻ പറ്റുന്നത്. ഇതിലൂടെ മറ്റൊരു വാക്കിലൂടെ വായിക്കുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, അതുകൂടെ വായിച്ചു നിർത്താം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ സ്തോത്രം 29-ഉം 30-ഉം വായിച്ചേ. 29-ഉം 30-ഉം 31-ഉം 29 മുതൽ 32 വരെ വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ധ്യാനിക്കുന്ന വാക്യങ്ങളാണ് ഇതൊക്കെ ഓരോന്നും. കൃപ ലഭിക്കേണ്ടതിന് ശ്രദ്ധിക്കണം. ഈ കേൾക്കുന്നവരാരാ? സഭയിലുള്ള വിശുദ്ധന്മാരാണ് നിന്നെ കേൾക്കേണ്ടത്. ചിലർക്ക് സ്നാനപ്പെട്ട് വന്നാലും രക്ഷിക്കപ്പെട്ട് ഒരുവരുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, ഒരു വ്യക്തിബന്ധം പോലും ഇല്ല. പണ്ട് ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എടുത്തോണം. നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ടവരുമായിട്ടാണ് രക്ഷിക്കപ്പെടാത്തവരുമായിട്ടുള്ള പേരെഴുതി വെക്കണം. നിങ്ങളുടെ കൂട്ടുകാർ ഏറ്റവും കൂടുതൽ ആരുടെ പേരാ? രക്ഷിക്കപ്പെടാത്തവരുടെയാണ്. നീ ശരിക്കും വീണ്ടും ജനിച്ചിട്ടില്ല. രക്ഷിക്കപ്പെടാത്തവരുമായിട്ടുള്ള കോണ്ടാക്റ്റാണ് നിനക്ക് കൂടുതലെങ്കിൽ നീ വീണ്ടും ജനിച്ചിട്ടില്ല. നിങ്ങൾ ആരായിരുന്നാലും ശരിയാണ്. കാര്യം നിനക്ക് കൂട്ടായ്മ, വെളിച്ചവുമായിട്ട് നിനക്ക് കൂട്ടായ്മ വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് സാത്താൻ അനേകരെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാച് പറയും, എഴി അവരിൽ നോക്ക്, അവരങ്ങനെയല്ല ഇങ്ങനെയല്ല, ശരിയല്ല, അവരുടെ നോട്ടം ശരിയല്ല, അവർക്ക് അനർത്ഥം വരുന്നതാണ്. ഇങ്ങനെയൊക്കെ നിന്നെ പിശാച് വഴിതെറ്റിക്കുമ്പോ അതിനെ ശാസിക്കണം. കാര്യം നിനക്ക് വെളിച്ചവുമായിട്ട് നിനക്ക് കൂട്ടായ്മ പാടുള്ളൂ. വായിച്ച ഭാവം വായിച്ചേ. കൃപ ലഭിക്കേണ്ടതിന് ആകാത്തതൊന്നും. ഈ വായയുടെ കാര്യം തന്നെയാ പറയുന്നത്. നമ്മുടെ വായ, നാവിരിക്കുന്ന വായുണ്ടല്ലോ, നുണ പറയുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാത്ത ആ വായെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ആകാത്തത് പുറപ്പെടരുത്. അല്ലേ വചനം പറയുന്നത് അങ്ങനെയല്ലേ? വായിച്ച്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ വായിലെ നാക്കിന് പറ്റുമോ? നിങ്ങളിൽ പെന്തക്കോസ് സ്നാനപ്പെട്ട് വന്നിരിക്കുന്നിട്ട് സംസാരിക്കുന്നതിൽ നിയന്ത്രണമില്ലാതെ മറ്റുള്ളവരെ മുറിക്കുക, അന്യായം സംസാരിക്കുക, സത്യം മറച്ചു വെക്കുക, ഇങ്ങനെയുള്ളവരുടെ നരകത്തിലേ പോകത്തുള്ളവര്. കാര്യം അവര് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. നാവിന് കടിഞ്ഞാണില്ലാത്തവർ പോകില്ല, നുണ പറയുന്നവർ പോകില്ല, അന്യായം സംസാരിക്കുന്നവർ പോകില്ല, തമ്മിൽ ശണ്ട ഉണ്ടാക്കുന്നവർ പോകില്ല. രണ്ടുപേരെ തമ്മി അടുപ്പിച്ചിട്ട് മാറി നിന്ന് നോക്കി ചിരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇതൊക്കെ ശിക്ഷ അനുഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ. അപ്പൊ വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. സ്തോത്രം. അതുപോലെ തന്നെ നമ്മളുടെ മനസാക്ഷിയെ വിലക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ? അങ്ങനെയുള്ളവർ ജയിച്ചവരെയാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. സ്നാനപ്പെട്ടവരെയല്ല കൊണ്ടുപോകുന്നത്, ജയിച്ചവരെയാണ് കൊണ്ടുപോകുന്നത് കർത്താവ്. അപ്പൊ ജയിച്ചവരെ കൊണ്ടുപോകാൻ കർത്താവ് വരുമ്പോൾ ഈ മേഖലകളെ എല്ലാം നോക്കും. നമ്മൾ വായിച്ച ഫിലദൽഫിയ സഭയ്ക്കകത്ത് കാണുന്ന കാര്യം എന്താ? കർത്താവിന്റെ വചനം കാത്തു. പിന്നെ പറയുന്ന കാര്യം എന്താണ്? നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. മനസ്സിലാവുന്നു? അപ്പൊ കർത്താവ് ഇതൊക്കെ ചെയ്യുന്നതിന് കാരണം നമ്മുടെ പ്രവൃത്തി നോക്കിയിട്ട് തന്നെയാ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ടെസ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അനുഭവിച്ചിട്ടും നമ്മൾ ഇതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കണം. എങ്ങനെ? ആത്മാവിന്റെ നിറവിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. ദൈവാത്മാവിന്റെ ആലോചന കേട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്റ്റെപ്പുകളെ വെക്കണം.
നാവിനെ കടിഞ്ഞാണില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം സംസാരിച്ച് സംസാര ഭോഗത്തിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെ, രണ്ടെണ്ണം പറഞ്ഞ് നിന്റെ നാവിൽ രണ്ടെണ്ണം പറഞ്ഞ് സുഖവും തൃപ്തി അണയുന്ന ഒരു വ്യക്തിയാണ് നീ ഇന്നെങ്കിൽ നിത്യത നിന്റെ മുമ്പിലില്ല കേട്ടോ. സത്യമായിട്ട് പറയുക. വായിച്ചേ. ഇത് എന്തുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ വായിക്കുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ഇത് അവിടെ കിടക്കുന്നത് എല്ലാ കയ്പുണ്ട്, കോപമുണ്ട്, ക്രോധമുണ്ട്, കുറ്റാരവും, ഇതൊക്കെ നാവീന്ന് വരുന്ന. ഇത് ഏതെങ്കിലും നിനക്കൊണ്ട് നീ പോകില്ല. ഇതിനെ ജയിക്കണം. ഇന്ന് കർത്താവിന്റെ വിശുദ്ധന്മാർ അനുഭവിക്കുന്ന വേദന എന്നാണെന്നറിയാവോ? ഒരു വശത്ത് അവനവനെ തന്നെ സൂക്ഷിക്കണം, മറുവശത്ത് അവന്റെ ചുറ്റുമുള്ളവര് നേരെയാകാത്തവരിൽ നിന്ന് വരുന്ന കംപ്ലൈന്റുകൾ. ചുറ്റും നിൽക്കുന്ന അനേകര് ഈ നിലവാരത്തിൽ വളർച്ച വരാത്തവര് എന്ത് ചെയ്യും? അവർ ഈ കൃപയിൽ ഇരിക്കുന്നവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവരതിൽ സന്തോഷിച്ചോണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ന്യായവിധി വരുന്നുണ്ട്. അല്പമെങ്കിൽ ദൈവ ഭയത്തോടെ ദൈവസന്നിധി ഇരിക്കണം. അത് വായിച്ചേ. എല്ലാ കയ്പും കോപവും കുറ്റാരവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോട്ടെ. പൗലോസ് പറയുന്നത് നിങ്ങളെ വിട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പോകില്ല. അടുത്തത് വായിച്ചേ. നിങ്ങൾ തമ്മിൽ കണ്ടോ, ഇവിടെ ദയയില്ല, മനസ്സിൽ ചിലര് ജീവിതത്തിൽ, ഞാൻ പറയും ഇവിടെ പലരും പല പോസ്റ്റിലിരിക്കുന്ന, അപ്പന്റെ പോസ്റ്റിലിരിക്കുന്നുണ്ട്, അമ്മയുടെ പോസ്റ്റിലിരിക്കുന്നുണ്ട്, മകളുടെ പോസ്റ്റിലിരിക്കുന്നുണ്ട്, മകന്റെ പോസ്റ്റിലിരിക്കുന്നുണ്ട്. അവരവരുടെ പോസ്റ്റിലിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നീ ഈ പോസ്റ്റ് ടെമ്പററിയാണ്. പെർമനന്റ് ആകുന്ന എപ്പോഴാണെന്നറിയാവോ? നീ രൂപാന്തര ശരീരം പ്രാപിച്ച് ചെല്ലുമ്പോ നീ അവിടെ ഒരു അപ്പനായിട്ട് ചെല്ലണ്ട, അവിടെ ഒരു അമ്മയായിട്ട് ചെല്ലണ്ട, ഒരു മകനായിട്ടും മകളായിട്ടൊന്നും ചെല്ലണ്ട. ദൈവ പൈതലായിട്ട് നീ ചെല്ലുന്ന നിലവാരത്തിൽ നീ അവിടെ ചെന്നാല് പ്രതിഫലവും. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് പുലർത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകൾ ദൈവസന്നിധിയിൽ അതിന് പ്രാബല്യമല്ല. വായിച്ചേ. നിങ്ങൾ തമ്മിൽ ദയയും മത്സരവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ഒറ്റ വഴിയേ ഉള്ളൂ നാവിനെ നിയന്ത്രിക്കാൻ. ക്ഷമിക്കാൻ പഠിക്കണം. സത്യം പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ചിലരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ സാഹചര്യത്തെ ഒന്ന് തരണം ചെയ്യാൻ ഒരു നുണയങ്ങ് പറയും. എന്നിട്ട് അതൊന്ന് അവൻ പറഞ്ഞത് സത്യമാക്കാൻ ശ്രമിക്കും. ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചിറങ്ങിയാൽ പൊട്ടിത്തെറിക്കും. ഇതൊക്കെ പാപ സ്വഭാവമാണ്. നിത്യതയില്ല. അതുകൊണ്ട് ദൈവസൻ നമ്മൾ മടങ്ങി വരണം. നല്ലതും പ്രസാദപൂർണതുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദപൂർണതുമുള്ള ദൈവത്തിൽ ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സ്തോത്രം. റോമാലേഖനം 12:2 വായിച്ച് അടുത്തത് 3-ാം വാക്യം ഒന്ന് വായിച്ചു നിർത്താം. അവിടെ വായിക്കുന്നത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. ചിലർക്ക് ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരുവന്റെ ജീവിതത്തിൽ അവൻ ആത്മാവിൽ പ്രാപിച്ച പരിജ്ഞാനത്തിനനുസരിച്ച് ഭാവിച്ച് മുമ്പോട്ട് പോകണം. പക്ഷെ ചിലർ ചെയ്യുന്ന അങ്ങനെയല്ല. ഒരുവനിൽ ഒരു ക്രമീകരണം വരാതെ അവനെ അഭിനയിച്ച് കാണിക്കുന്ന അനേകരുണ്ട്. ഭക്തനായിട്ട് അഭിനയിച്ച് കാണിക്കും, വിശുദ്ധനായിട്ട് അഭിനയിച്ച് കാണിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇത് ദൈവം വെറുക്കുന്ന, കപടഭക്തി ദൈവം വെറുക്കുന്ന കാര്യമാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? സ്തോത്രം. അവിടെ വായിക്കുന്നത് ഭാവിക്കേണ്ടതിന് വേണ്ടി ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവിന് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണ്? നാം പ്രാപിച്ചിരിക്കുന്ന വെളിപ്പാട് ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നീ വായ നിറച്ചത് എന്തും സംസാരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ നേരത്ത് ഭയങ്കര ഭക്തി കാണിക്കും. പക്ഷെ നീ കപടഭക്തിയെ കാണുക. ദൈവം വെറുക്കുക. നിന്റെ അടുക്കൽ വരുന്നില്ല കർത്താവ്. ഒരു കാര്യം പറയാം, കാലം നോക്കണേ, സമയം നോക്കണേ. കർത്താവിന്റെ വരവെടുത്തു. നിന്റെ ആയുസ് എവിടെയാ നിൽക്കുന്നത്? ഇതും നീ നോക്കണം. ഒരുങ്ങിയില്ലെങ്കിൽ ഹല്ലേലൂയ, ഈ കാലഘട്ടങ്ങൾ, ഈ സമയങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ നൽകിയിട്ട് നീ ഒരുങ്ങാതെ നിനക്ക് ബോധിച്ച വഴികളിലൂടെ പോയാൽ ഇതിന് നീ കണക്ക് ബോധിപ്പിക്കുന്നൊരു ദിവസമുണ്ട്. പ്രസംഗിക്കുന്ന എന്നെ ഒരിക്കലും അവിടെ കൊണ്ടുവരില്ല.
നിങ്ങൾക്ക് എന്ത് പ്രാപിച്ചു, നിങ്ങൾ എന്താണോ ന്യായം ദൈവം നിങ്ങളുടെ മേൽ ചെയ്യുന്നത്, ആ സമയത്ത് ഞാൻ ഒരിക്കലും അവിടെ കാണില്ല, പ്രസംഗിക്കുന്ന ആരും കാണില്ല. ഞാൻ എന്ത് കേട്ടോ, എന്ത് ജീവിച്ചോ, എൻ്റെ ജീവിതത്തിൽ ന്യായവിധി വരുന്ന സമയത്ത് നിങ്ങൾ ആരും ഇവിടെ വരത്തുമില്ല. മനസ്സിലായോ? ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരണം. ന്യായവിധി മുമ്പിലുണ്ട്. അത് നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് ഭയത്തോടെ നമ്മുടെ ജീവിതകാലം നമ്മൾ കഴിക്കുവാൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തിട്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം കർത്താവ് നമ്മളെ ഇത്രത്തോളം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ